ഈജിപ്ഷ്യൻ ഗ്രേ ഗ്രാനൈറ്റിൽ തീർത്ത ഈ ഒറ്റക്കൽ തൂണുകൾ ക്രൈസ്തവ വാസ്തുശില്പത്തിൻ്റെ തുടക്കമായ ബസിലിക്ക നിർമ്മിതിയുടെ ഭാഗമാണ്. റോമിലെ റോമൻ ഫോറം അല്ലെങ്കിൽ ഇമ്പീരിയൽ ഫോറം എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള ട്രാജൻ ഫോറത്തിൽ നിലനിൽക്കുന്ന ബസിലിക്ക ഉൾപ്പിയയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. AD 112 ഇത് നിർമ്മിക്കപ്പെട്ടത്. പൊമ്പയിൽ ഇമാതിരി ഒരു ബസിലിക്ക നിലനിന്നിരുന്നു. BC 100-ാം ആണ്ടിൽ പണിയപ്പെട്ടത്. അത് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ മുങ്ങിപ്പോയ ആ നാശാവശിഷ്ടങ്ങൾക്കിടയിൽ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ഈ ബസിലിക്കയുടെ മെഷർമെൻറ്റ് 426 അടി നീളവും 138 അടി വീതിയും 40ഓളം മീറ്റർ ഉയരവുമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഡയഗ്രാം ഇവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടറ്റത്തും അർദ്ധവൃത്താകൃതിയിലുള്ള 2 മുറികൾ, അതിൻ്റെ നടുക്കായി ദീർഘചതുരത്തിലുള്ള ഒരു നീണ്ട നടുത്തളം, 25 മീറ്റർ അതിന് വീതിയുണ്ട്. ആ ഡയഗ്രത്തിൽ ആ ചുമപ്പ് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഇരുവശങ്ങളിലുമായി ഏതാണ്ട് 6 മീറ്റർ വീതം വീതിയുള്ള 2 പാർശ്വ ഹോളുകൾ. ഇതാണ് ഈ പഴയകാല ബസിലിക്കയുടെ സ്ട്രക്ചർ. ഇത് പള്ളി ആവശ്യത്തിനൊന്നും വേണ്ടി നിർമ്മിച്ച കെട്ടിടമല്ല. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന നീതി നിർവഹണ കോടതി, രാജ്യസഭ, പൊതുയോഗങ്ങൾ, കച്ചവടം, വിരുന്നുകൾ മുതലായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പൊതുവായ വലിയ കെട്ടിടങ്ങൾ ആയിരുന്നു. നടുത്തളവും പാർശ്വ ഹോളുകളും തമ്മിൽ നിരനിരയായി തൂണുകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ടിരുന്നു. അതിലെ സെൻട്രൽ നടുത്തളത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള തൂണുകളിൽ ഒരു വശത്തുള്ള തൂണുകളാണ് ഇന്ന് അവശേഷിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ കണക്കുകൂട്ടിയെടുക്കാൻ സാധിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രവും മാർക്കറ്റ് പ്ലേസും എല്ലാം കൂടുന്ന വലിയ ഒരു പ്രദേശത്തിൻ്റെ നാശാവശിഷ്ടങ്ങളാണ് ഇത്. അതിൻ്റെ ഒരു അറ്റത്ത് പിയാറ്റ്സ വെനീസിയോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ ബസിലിക്ക ഉൾപ്പിയ സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് നമ്മൾ യാത്ര ചെയ്താൽ റോമിൻ്റെ ഏറ്റവും പ്രാചീന ആംഫി തിയേറ്ററായ കൊളോസിയത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതെല്ലാം ഈ ഇമ്പീരിയൽ ഫോറത്തിൽ നിന്ന് തുടർച്ചയായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈയൊരു ബസിലിക്ക ശൈലിയിൽ തീർത്ത ഏതെങ്കിലുമൊക്കെ പള്ളികളിലേക്ക് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തലിന് വേണ്ടി നമ്മുടെ മേജർ ബസിലിക്കകളിൽ 2 ഈ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് ആ മുകളിൽ കാണുന്നതെല്ലാം പുതിയ കാല നിർമ്മിതികളാണ്. നമ്മൾ നിൽക്കുന്നത് ഈ റോമൻ ഫോറത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത് പ്രാചീന ഇന്നുള്ള റോമ സ്ട്രക്ചറിൽ നിന്ന് ഒരുപാട് താഴെയാണ്. ഇത് ബസിലിക്ക ഓഫ് സെയിൻറ്റ് പോൾ ഔട്ട്സൈഡ് ദ വാൾ, നഗര മതിലിന് പുറത്തുള്ള സെയിൻറ്റ് പോൾസ് ബസിലിക്ക. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും നടുക്കുള്ള സെൻട്രൽ ഹോള് കാണാൻ സാധിക്കും. ഇത് ഫ്രണ്ട് ഡോറാണ്. പിന്നെ നിരനിരയായിട്ടുള്ള തൂണുകളാൽ വേർതിരിച്ചിരിക്കുന്ന ആ പാർശ്വ ഹോള് നമുക്ക് കാണാൻ സാധിക്കും. മുകളിലേക്ക് അതിന് ഉയരമില്ല. മുകൾ ഭാഗങ്ങളിൽ ജനലുണ്ട്. അതിലൂടെ ഈ സെൻട്രൽ നെയ്വിലേക്ക് ആവശ്യത്തിന് പ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങേയറ്റത്ത് ഈ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഇത് ബസിലിക്ക സെയിൻറ്റ് ക്ലമൻ്റ് ആണ്. ഈ ഭവന ദേവാലയത്തിന് മുകളിൽ നിർമ്മിതമായിരിക്കുന്ന ബസിലിക്ക. ഇതാണ് അർദ്ധവൃത്താകൃതിയിലുള്ള മുറി. ജഡ്ജും സെനറ്ററും ഒക്കെ ഇരുന്നിരുന്നത് നമ്മൾ മദ്ബഹയായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ബസിലിക്ക മരിയ മജോറയാണ്, ഫ്രാൻസിസ് പാപ്പായെ അടക്കം ചെയ്തിരിക്കുന്ന ബസിലിക്ക. ഈ ഒരു സ്ട്രക്ചർ നന്നായിട്ട് മനസ്സിലാകും. ഇവിടെ ഒരു നടു തളവും 2 പാർശ്വ ഹോളുകളുമാണുള്ളത്. പക്ഷേ ഈ ട്രാജൻ ബസിലിക്കയിൽ ഒരു നടുത്തളവും ഒരു വശത്ത് 2 പാർശ്വ ഹോളുകൾ വീതം 4 പാർശ്വ ഹോളുകളാണ് ഉള്ളത്. ആകെ
5 ഹോളുകൾ, നടുഭാഗം ഏറ്റവും വീതിയുള്ള 25 മീറ്റർ വീതിയുള്ള സ്ഥലം, 2 സൈഡിലും 6 മീറ്റർ വീതിയുള്ള ഈ ട്രാജൻ ഫോറത്തിൻ്റെ ഒരു എക്സ്ട്രീം അറ്റത്താണ് ഈ ബസിലിക്ക സ്ഥിതി ചെയ്തിരുന്നത്. ബാക്കി സ്ഥലങ്ങൾ മാർക്കറ്റും മറ്റു കാര്യങ്ങളുമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അതിലെ ട്രാജൻ മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ട്രാജൻ മാർക്കറ്റാണ്. ഇതിനകത്തൂടെ കയറിയാണ് അപ്പുറത്തേക്ക് പോയിരുന്നത്. നടുക്കൂടെ തിരിച്ചുള്ള ഒരു പാലത്തിൽ നിന്നാണ് നമ്മളിത് കാണുന്നതും ഞാൻ ചിത്രീകരിക്കുന്നതും. ആദ്യകാല ആരാധനയ്ക്കായി ഭവന ദേവാലയങ്ങളിൽ കൂടിയിരുന്നവർ പിന്നീട് സഭാപീഠന സമയത്ത് ഒരുപാട് രക്ഷപ്പെട്ട് കാറ്റഗോമ്പുകളിലൊക്കെ പോയി ആരാധന നടത്തിയിരുന്നു. എഡിക്റ്റ് ഓഫ് മിലാൻ AD 313 മിലാൻ വിളംബരത്തിലൂടെ ക്രൈസ്തവ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് ആരാധനയ്ക്ക് വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ സ്ഥലത്തുള്ള നിലനിന്നിരുന്ന ഏറ്റവും വലിയ സ്ഥലം അന്വേഷിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഫോറത്തിനകത്തുള്ള വലിയ ബസിലിക്കകൾ അന്ന് നിലനിന്നിരുന്ന കെട്ടിടമാണ്. അതിനുശേഷം പിന്നെ പള്ളി പണിയേണ്ടി വന്നപ്പോൾ ആ ബസിലിക്കയുടെ സ്ട്രക്ചറിൽ തന്നെ പണിതു. ഇതിലെ ആളുകൾ നടക്കുന്നതൊക്കെ ആയിട്ട് കാണുമ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഉയര വ്യത്യാസം ആധുനിക റോം ഏതായാലും മറ്റുള്ള പഴയ ഫോറത്തിൽ നിന്നൊരു 15-20 അടി ഉയരത്തിലാണ്. മൊത്തം മണ്ണിട്ട് നിരന്നു പോയ സ്ഥലത്ത് നിന്ന് എക്സ്കവേഷൻ നടത്തി ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇന്ന് മനസ്സിലാകാൻ ഉതകുന്ന വിധത്തിൽ ഇത് ചിത്രീകരിച്ചു. ഇത് ട്രാജൻ കോളമാണ്. ദാച്ചിയ യുദ്ധത്തിൻ്റെ, ഇന്നത്തെ റൊമേനിയയിൽ നടന്ന യുദ്ധത്തിൻ്റെ വീരകഥകൾ അതിൽ വിരചിതമാണ്. ഇതിൻ്റെ ബേസിൽ ചക്രവർത്തിയുടെയും ഭാര്യയുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ ഉണ്ട്. 29.78 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. അത് റോമൻ ഫോറത്തിൽ, ഈ ട്രാജൻ ഫോറത്തിൽ ഇന്നും നിലനിൽക്കുന്നു.